हरि ओं श्री गुरुभ्यो नमः। हरिश्री गणपते नमः। विघ्नमस्तु श्री गुरुभ्यो नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। मङ्गलाचरणं। सौन्दर्यलहरी सर्वमङ्गलदायिने शङ्कराचार्यवर्याय यदिराजाय ते नमः। ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ വിരചിതമായ സൗന്ദര്യലഹരി ദേവി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 58-ാമത്തെ ശ്ലോകം. 57-ാമത്തെ ശ്ലോകത്തിൽ മിക്കവാറും എല്ലാ ശ്ലോകത്തിലും പറയുന്നത് ഭഗവതിയുടെ കടാക്ഷം നമ്മൾക്ക് ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയാണ്. 58-ാമത്തെ ശ്ലോകം. അരാളേ തേ പാളിയുകളമകരാജന്യതനേ നകേഷാമാധത്തെ കുസുമശരകോദണ്ഡകുതുകം തിരശ്ചീനോ യത്ര ശ്രവണപദമുല്ലംഘ്യ വിലസൻ അപാംഗവ്യാസംഗോ ദിശതി ശരസന്ധാനധിഷണാം. പദച്ഛേദം ചെയ്യാം. അരാളം തേ പാളിയുഗളം അഗരാജന്യതനേ ന കേഷാം ആദത്തെ കുസുമശരകോദണ്ഡകുതുകം തിരശ്ചീനഃ യത്ര ശ്രവണപദം ഉല്ലംഘ്യ വിലസത് അപാംഗവ്യാസംഗഃ ദിശതി ശരസന്ധാനധിഷണാം. പദാർത്ഥം പറയാം. ഹേ അഗരാജന്യതനേ, അല്ലയോ പർവ്വതരാജപുത്രി, തേ അങ്ങയുടെ നിന്തിരുവടിയുടെ അരാളം വളഞ്ഞതായ പാളിയുകളും കണ്ണിൻ്റെയും ചെവിയുടെയും മധ്യപ്രദേശങ്ങൾ. പാളിയുകളും രണ്ടും കുസുമശരകോദണ്ഡകുതുകം കാമദേവൻ്റെ വില്ലിൻ്റെ സൗഭാഗ്യത്തെ കേഷാം ഏതൊരുവർക്ക് ന ആധത്തെ ചെയ്യുന്നില്ല. അതിശയോക്തിയാണ്. ചെയ്യുന്നില്ല, അപ്പോൾ ചെയ്യുന്നു എന്നർത്ഥം. എത്ര യാതൊരു നേത്രയുഗളം മധ്യത്തിൽ തിരശ്ചീനഃ വിലങ്ങത്തിൽ വിലസൻ ശോഭിക്കുന്ന അപാംഗവ്യാസംഗഃ ദീർഘമായ കടാക്ഷം ശ്രവണപദം കർണാന്തികത്തെ ഉല്ലംഘ്യ കടന്നിട്ട് ശരീരസന്ധാനധിഷണാം ശരം തൊടുക്കുന്ന ബുദ്ധിയെ ദിശതി ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. അതായത് നേത്രം കാമദേവൻ്റെ വില്ലാണോ എന്നുള്ള ഒരു ശങ്കയാണ്. നമ്മൾ നൃത്തം ചെയ്യുന്നവരോ കുട്ടികൾക്കൊക്കെ കണ്ണ് വരച്ചു കൊടുക്കും. കണ്ണിൻ്റെ അറ്റം വരച്ചു കൊടുക്കും അല്ലേ, ചെവി വരെ കുറച്ച് നീട്ടി അങ്ങ് വരച്ചു കൊടുക്കും. ആ സ്ഥലത്തെ പറ്റിയാണ് ഇവിടെ പരാമർശിക്കുന്നത്. അത് അല്ലയോ പർവ്വതരാജപുത്രി, നിന്തിരുവടിയുടെ വളഞ്ഞിരിക്കുന്നതായ നേത്രകർണ മധ്യപ്രദേശം. നേത്രം എന്ന് പറഞ്ഞാൽ കണ്ണ്, കർണം പറഞ്ഞാൽ ചെവി. അപ്പം നേത്രകർണ മധ്യപ്രദേശം ആർക്കാണ്? കാമദേവൻ്റെ ചാപസൗഭാഗ്യത്തെ തോന്നിക്കാതെ നമ്മൾ നീട്ടി അല്ല, കുറച്ച് വളച്ചിട്ട് മുകളിലോട്ടാക്കി വരക്കും അല്ലേ. അതാണ് ഈ ഭഗവതിയുടെ സൗന്ദര്യത്തിന് ഉള്ളത് കൊണ്ട് അതിലൂടെയെല്ലാം നമ്മൾ കുട്ടികളുടെയും നൃത്ത സൗന്ദര്യമെല്ലാം നമ്മൾ ആസ്വദിക്കുന്നത്. ചാപസൗഭാഗ്യത്തെ തോന്നിക്കാത്തത് എന്നുള്ള ഉള്ള ഉൾപ്രേക്ഷയാണ്. യാതൊരു കർണനേത്രത്തിൽ കർണാന്തികത്തെ കവിഞ്ഞ് വിലങ്ങത്തിൽ ശോഭിക്കുന്നതായ നിന്തിരുവടിയുടെ കടാക്ഷ വിക്ഷേപം അതിൽ ശരസന്ധാന ബുദ്ധിയെ ഉണ്ടാക്കുന്നു എന്ന് പറയും. ശരം പറഞ്ഞാൽ ശരം തൊടുക്കുന്ന പോലെ ആ ബുദ്ധിയെ ഉണ്ടാക്കുന്നു. കാമദേവൻ്റെ വില്ലിൻ്റെ സൗന്ദര്യത്തെ ഇവിടെ പറയുകയാണ്. അപ്പോൾ അത്രയും ഭംഗിയുണ്ട്. കാമദേവൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ആ സൗന്ദര്യം വാരി വിതറുന്ന കാമദേവനാണ്. അപ്പോൾ അതിലൂടെയാണ് കാമദേവൻ കാമത്തെ എല്ലാവരിലും ഉണ്ടാക്കി കൊടുക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അമ്മയുടെ ഓരോ അവയവവും ഓരോ പുരികം മുമ്പ് കാമദേവൻ്റെ വില്ലാണോ എന്ന് ശങ്കിക്കുന്നു എന്ന് മുമ്പ് പറഞ്ഞു. അതുകൊണ്ട് എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം, ആ കടാക്ഷ വീക്ഷണം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്.
കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.